ബന്ധങ്ങൾ മനുഷ്യനൊരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മനുഷ്യർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഏറ്റവും വലിയ ബാധ്യത അവരുടെ സ്വന്തക്കാരാണെന്നും ഏറ്റവും വലിയ പ്രശ്നം സ്വന്തക്കാരാണെന്നും ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നവരും സ്വന്തക്കാരാണെന്നും. അവരുടെ അഭിപ്രായത്തിൽ അവരുടെ എല്ലാം സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറി അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഒന്ന്. രണ്ടാമത്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഈ ബന്ധുക്കൾ നഷ്ടപ്പെടുത്തുന്നു. മൂന്നാമത്, അവരുടെ ഇടപെടൽ മൂലം ഇവർക്ക് സ്വതന്ത്രമായി ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. കാരണം എപ്പോഴും അവരെന്ത് വിചാരിക്കുന്നു, അവരെങ്ങനെയാണ് കാണുമെന്നും ഒക്കെയുള്ളൊരു രീതിയാണ്. നാലാമത്തെ ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു സമീപനമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബന്ധങ്ങൾക്ക് ഒരു വിലയില്ലാത്തൊരു സമൂഹം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാനും ബന്ധപ്പെടാനൊക്കെ ഇടയായ ചില അശരണരുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഒരു ആകാശപ്പറവുകളുടെ ഒരു ഭവനത്തിൽ 3 മക്കളുള്ളൊരു കുടുംബമാണത്. 3 മക്കളും വിദേശത്തുമാണ്. പക്ഷെ അവർക്ക് സമയമില്ല നോക്കാനായിട്ട്. 1. 2, അവർക്ക് ഇവരൊരു ബാധ്യതയാണ്. ഇപ്പോൾ ഈ സ്വന്തം അച്ഛനും അമ്മയും ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുന്നു. കാരണം ഈ അച്ഛനും അമ്മയും ഇങ്ങനെ ഇരിക്കുന്ന കാരണം അവർക്ക് ഇടയ്ക്ക് നാട്ടിലേക്ക് വരേണ്ടി വരുന്നു. അവരുടെ സുഖം അന്വേഷിക്കേണ്ടി വരുന്നു. അവർക്ക് നാട്ടിലുള്ള ഇവരുടെ സ്വത്തൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും വേണ്ട. അവരവരുടെ ഒന്ന്, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവരൊന്ന് ഈ ലോകം വിട്ടുപോയിരുന്നെങ്കിൽ ഈ മക്കൾക്ക് സ്വസ്ഥത കിട്ടുമായിരുന്നു എന്നുള്ള കാഴ്ചപ്പാടാണ് അവരുടെ. എന്തുമാവട്ടെ, ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ഓണത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഇനിയുള്ള 2 ദിവസം മുഴുവൻ നമുക്ക് ഓണക്കാലമാണ്. അപ്പോൾ ചില വേദനിപ്പിക്കുന്ന ഓണച്ചിന്തകളും കൂടെ ആവാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും എവിടെയൊക്കെ ഒരു ഗ്രഹാതുരത്വം മലയാളിയെ പിടികൂടുന്നുണ്ട്. ഓണം എന്ന് പറയുന്നൊരു കാലം ഒറ്റയ്ക്കിരുന്ന് ഒരു സദ്യ ഉണ്ണാനുള്ളതല്ല എന്നും, എവിടെയൊക്കെ മനുഷ്യനും തമ്മിലൊന്ന് കണ്ടുമുട്ടണമെന്നും ഒരുമിച്ച് കൂട്ടണമെന്നും, അതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷിക്കാൻ അവകാശമുണ്ടെന്നും ഓർക്കാനും, അതുപോലെ തന്നെ സന്തോഷിക്കാൻ അവകാശമില്ലാത്തവർക്ക് തങ്ങളാൽ കഴിയുന്ന വിധം അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നും, അങ്ങനെ സർക്കാരും പഞ്ചായത്തും സംഘടനകളും അയൽക്കൂട്ടങ്ങളും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. അതിൻ്റെ കാരണം ഇതാണ്. എവിടെയെങ്കിലുമൊക്കെ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലാണ് നമുക്ക് സ്വസ്ഥത, അല്ലെങ്കിൽ ആരോഗ്യപരമായൊരു ബന്ധത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത അടങ്ങിയിരിക്കുന്നതെന്നും, അങ്ങനെ ഒരു ആരോഗ്യപരമായ ഒരു അവസ്ഥ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ജീവിക്കാനൊരു അർത്ഥമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ തിരിച്ചറിയുന്നൊരു കാലഘട്ടം. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരാളോടൊന്ന് മിണ്ടാൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഒരു ഏകാന്തത അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, ഇത്രയും ഡിപ്രഷനിലേക്ക് ഞാൻ പോകില്ലായിരുന്നു. എല്ലാം ഉണ്ടായിട്ടും ഒന്നും മിണ്ടാനില്ലാത്ത അവസ്ഥ. കാരണം ആർക്കും സമയമില്ല. 1, സമയമുള്ളവർക്ക് അതിനുള്ള സൗകര്യമില്ല. 2, 3, ഇത് അവനവൻ്റെ മാളങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന ഒരു സ്വാർത്ഥത. അപ്പോൾ ഇതെല്ലാം മറന്നിട്ട് നമുക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാനും എല്ലാ മനുഷ്യർക്കും നമ്മെപ്പോലെ ജീവിക്കാനും സന്തോഷിക്കാനും ഒക്കെ അവകാശമുണ്ടെന്നും, ആ അവകാശത്തെ നമ്മൾ മാനിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. അങ്ങനെ നമുക്ക് ഈ അന്തസ്സ് അനുഭവിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഒരു സന്തോഷത്തിന് കാരണമാകാൻ, ഒരു ഓണമാവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഓണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപരൻ്റെ സന്തോഷത്തിലാണ് എൻ്റെ മനസ്സിൻ്റെ സന്തോഷം പൂർണ്ണമാവുന്നത്. നല്ല ദിവസം എല്ലാവർക്കും നേരുന്നു.